സഭ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. ആ പ്രതിസന്ധിയുടെ അവസാനം വളരെ കുറച്ച് ആളുകൾ മാത്രമായി അവശേഷിക്കുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, TPM സഭ സമീപ ഭാവിയിൽ തകർന്നു പോകുമെന്ന്. അടയാറിന് എന്ത് സംഭവിക്കും? ഇരുമ്പല്ലൂരിൽ എന്ത് സംഭവിക്കും? പാസ്റ്റർ എബ്രഹാം, പാസ്റ്റർ ND തോമസ്, പാസ്റ്റർ ജോൺ, പാസ്റ്റർ ജോബ്, പാസ്റ്റർ ലൂക്ക്, അടയാറിൽ എന്ത് സംഭവിക്കും? ഇരുമ്പല്ലൂരിൽ എന്ത് സംഭവിക്കും? TPM സഭയ്ക്ക് എന്ത് സംഭവിക്കും? TPMലെ വിശ്വാസികൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. എന്താണ് ഈ ചോദ്യങ്ങളുടെ അടിത്തറ? എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണ്? നമുക്ക് പരിശോധിക്കാം. 1924 ശ്രീലങ്കയിലെ കൊളംബോയിൽ മലയാളിയായ പാസ്റ്റർ പോൾ രാമൻകുട്ടി ആരംഭിച്ച സഭയാണ് സിലോൺ പെന്തക്കോസ്ത് മിഷൻ. ആ സഭയാണ് ഇന്ന് ഇന്ത്യയിൽ TPM അഥവാ ദ പെന്തക്കോസ്ത് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകമെങ്ങുമായി 70-ലധികം രാജ്യങ്ങളിൽ 3000-ലധികം സഭകളുള്ള വലിയൊരു പ്രസ്ഥാനമായി TPM വളർന്നു കഴിഞ്ഞു. പല രാജ്യങ്ങളിൽ പല പേരുകളിലാണ് ഈ സഭ അറിയപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സഭ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം 10 ലക്ഷത്തിലധികം അംഗങ്ങൾ ഇപ്പോൾ സഭയ്ക്കുണ്ട്. മറ്റ് പെന്തക്കോസ്ത സഭകളെക്കാൾ കെട്ടുറപ്പുള്ളതും വ്യത്യസ്തവുമായ ഒരു പെന്തക്കോസ്ത സഭയാണ് TPM. എപ്പിസ്കോപ്പൽ ഭരണ സംവിധാനമുള്ള ഈ സഭയിൽ ചീഫ് പാസ്റ്ററാണ് പരമാധികാരി. സാധാരണ വിശ്വാസികൾക്ക് സഭയുടെ ഭരണകാര്യങ്ങളിൽ ഒന്നും ഇടപെടുവാൻ അവകാശമില്ല. ആരാധനയിൽ പങ്കെടുക്കുക, സഭയ്ക്കുള്ള സംഭാവനകൾ നൽകുക, മടങ്ങിപ്പോകുക, ഒരു കാര്യങ്ങളിലും ചോദ്യം ചോദിക്കുവാൻ അവകാശമില്ലാത്ത ഒരു സഭയാണ് TPM. അതുകൊണ്ട് തന്നെ ഈ സഭയ്ക്കകത്തു നിന്ന് സാധാരണഗതിയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഭരണപരമായ തർക്കങ്ങളെക്കുറിച്ച്, സഭയിലെ പൊളിറ്റിക്സിനെ കുറിച്ച് ഒന്നും പുറത്തേക്ക് വാർത്തകൾ വരാറേയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ പ്രസ്ഥാനങ്ങൾക്കകത്തും, അത് സഭയാണെങ്കിലും ആത്മീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും, അതിനകത്തൊക്കെ അധികാര വടംവലികളും അധികാര തർക്കങ്ങളും സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകളും ഒക്കെ നടക്കാറുണ്ട്. പരസ്പരമുള്ള കിടമത്സരങ്ങളൊക്കെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കകത്തുമുണ്ട്. കാരണം സാധാരണക്കാരായ മനുഷ്യരാണല്ലോ ഈ സഭകൾക്കകത്തെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കകത്തും സാധാരണമാണ്. TPM സഭയെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ അത് വിശുദ്ധന്മാരുടെ ഒരു കൂട്ടമാണെന്നാണ്. അവരുടെ ശുശ്രൂഷകന്മാർ വെള്ള വസ്ത്രം മാത്രം ധരിച്ചാണ് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. മാത്രവുമല്ല, അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് തങ്ങൾ വിറ്റവരും വിട്ടവരുമാണെന്നാണ്. അതായത് കുടുംബ ബന്ധങ്ങൾ വിട്ടിരിക്കുന്നു, സാമ്പത്തിക താല്പര്യങ്ങൾ തങ്ങൾക്കില്ല, സാമ്പത്തിക കെട്ടുപാടുകളില്ല, ഭൗതിക കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവുമില്ല. മാത്രവുമല്ല, അവർ ബ്രഹ്മചര്യം സൂക്ഷിക്കുന്നവരാണ്, വിവാഹം കഴിക്കാറില്ല. മറ്റ് പെന്തക്കോസ്ത് സഭകളെല്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ സമൂഹം കത്തോലിക്ക സഭയുടേതുപോലെ സെലിബസി സൂക്ഷിക്കുവാൻ ശുശ്രൂഷകന്മാരെ നിർബന്ധിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇപ്പോഴവിടെ ശുശ്രൂഷകന്മാരാകുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, കത്തോലിക്ക സഭയിൽ കന്യാസ്ത്രീകൾ ഉള്ളതുപോലെ ഈ സഭയ്ക്കും കന്യാസ്ത്രീകളുണ്ട്. കന്യാസ്ത്രീകൾ എന്ന പേരിലല്ല, സിസ്റ്റേഴ്സ്, സഹോദരിമാർ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. സഭയുടെ ശക്തമായ ഈ ചട്ടക്കൂടിനകത്ത് പലതും സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്തേക്ക് വരാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനവും അവർക്കുണ്ട്. വിശ്വാസികൾക്ക് ഒരു കാര്യങ്ങളിലും ഇടപെടുവാൻ അവകാശമില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം ഫെയ്ത്ത് ഹോമുകൾക്കകത്ത്, അല്ലെ സെന്റർ ഫെയ്ത്ത് ഹോമുകൾക്കകത്ത് ഒതുക്കി തീർക്കുകയാണ് പതിവായി സംഭവിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ സഭയുടെ ഇന്ത്യയിലെ ആസ്ഥാനമായ ഇരുമ്പല്ലൂരിൽ നിന്ന്, സഭയുടെ മുൻ ആസ്ഥാനമായ ചെന്നൈയിലെ അടയാറിൽ നിന്ന് വ്യത്യസ്തമായ കുറെ വാർത്തകൾ പുറത്തേക്ക് വരുന്നു. തമിഴ് TV ചാനലുകളിലും പ്രാദേശിക പത്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ TPMനെ കുറിച്ച്, അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അടയാർ ഫെയ്ത്ത് ഹോമിൽ കഴിഞ്ഞ ഒരു ദിവസം 2 വിഭാഗമായി തിരിഞ്ഞ് പരസ്പരം കയ്യാങ്കളി നടത്തുന്ന അവസ്ഥ വരെ എത്തി പ്രശ്നങ്ങൾ. ഇത് ഒരു പ്രാദേശിക സഭയിലെ മാത്രം വിഷയമായിട്ടല്ലിരിക്കുന്നത്. സഭയ്ക്കകത്ത് കഴിഞ്ഞ കുറെ കാലമായി ഉരുണ്ടുകൂടിയ വലിയ പ്രശ്നങ്ങളുടെ
ചെറിയ ഒരു അറ്റം പുറത്തേക്ക് വന്നതേ ഉള്ളൂ എന്നാണ് ചില TPM വിശ്വാസികൾ എന്നോട് പറഞ്ഞത്. അതായത് മഞ്ഞുമലയുടെ ഒരു അംശം മാത്രം പുറത്ത് കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ് അടയാറിലെ പ്രശ്നം? അടയാറിൽ സംഭവിച്ചത്, അവിടെ ദീർഘനാളുകളായി പാസ്റ്ററായിരിക്കുന്ന തമിഴ്നാട് സ്വദേശി പാസ്റ്റർ ലൂക്കിന് ഇപ്പോഴത്തെ ചീഫ് പാസ്റ്റർ എബ്രഹാം മാത്യു സ്ഥലം മാറ്റം നൽകുന്നു. ആ സ്ഥലം മാറ്റത്തെ ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ പാസ്റ്റർ ലൂക്കും അദ്ദേഹത്തോട് കൂടെയുള്ളവരും തയ്യാറാകുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. പാസ്റ്റർ ലൂക്ക് സഭയിലെ സീനിയർ പാസ്റ്റേഴ്സിൽ ഒരാളാണ്. ഭാവിയിൽ സഭയുടെ ചീഫ് പാസ്റ്റർ ആകാൻ വരെ യോഗ്യതയുള്ള വ്യക്തി. അതായത് മുൻ ചീഫ് പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ എൻ സ്റ്റീഫന്റെ സഹപ്രവർത്തകനായിരുന്നു പാസ്റ്റർ ലൂക്ക്. മാത്രവുമല്ല, പാസ്റ്റർ എൻ സ്റ്റീഫനും പാസ്റ്റർ ലൂക്കുമൊക്കെ നവജ്യോതി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ സഭയിൽ നിന്ന് ഒന്നിച്ച് 40 വർഷങ്ങൾക്ക് മുമ്പ് TPM-ലേക്ക് ചേക്കേറിയവരാണ്. അടയാർ സെന്റർ പാസ്റ്ററായ പാസ്റ്റർ ലൂക്കിനെ അടയാറിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാറ്റം കൊടുത്തപ്പോൾ അതിനോട് വിയോജിപ്പുള്ളവർ കഴിഞ്ഞ ഞായറാഴ്ച ഫെയ്ത്ത് ഹോമിലെത്തി പ്രതിഷേധമുയർത്തുകയായിരുന്നു. എന്നാൽ അടയാർ ഫെയ്ത്ത് ഹോമിൽ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന വാർത്തയറിഞ്ഞ് സമീപത്തെ മറ്റ് TPM സഭകളിൽ നിന്നുള്ള വിശ്വാസികൾ കൂടി ഫെയ്ത്ത് ഹോമിലേക്ക് ഓടിയെത്തി. 100 കണക്കിന് ആളുകൾ അടയാർ ഫെയ്ത്ത് ഹോമിലെത്തുകയും പ്രതിഷേധിച്ചവരെ കൈകാര്യം ചെയ്യുകയുമായിരുന്നു എന്നാണ് പുറത്തറിയുന്ന വാർത്ത. കുറെ കാലമായി സഭയുടെ നേതൃത്വത്തോടുള്ള പ്രതിഷേധം വിവിധ നിലകളിൽ സഭയിൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാനത്തെ തെളിവാണ് അടയാർ ഫെയ്ത്ത് ഹോമിൽ ഉണ്ടായത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. TPM സഭയുടെ ഇപ്പോഴത്തെ ചീഫ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ എബ്രഹാം മാത്യു കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ പള്ളിപ്പാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ മാതാവ് മലേഷ്യയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. മലേഷ്യയിൽ ജനിച്ചു വളർന്ന പാസ്റ്റർ എബ്രഹാം പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി. ലണ്ടനിലെ യൂണിവേഴ്സൽ പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ ചീഫ് പാസ്റ്ററായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2018 പാസ്റ്റർ സ്റ്റീഫന്റെ നിര്യാണത്തെ തുടർന്ന് സഭയുടെ ചീഫ് പാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ സഭാപ്രവർത്തനങ്ങളിൽ സജീവമല്ലാതിരുന്ന പാസ്റ്റർ എബ്രഹാം അദ്ദേഹത്തിന് കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ സഭയുടെ നേതൃത്വവുമായോ സഭയുടെ രീതികളുമായോ പരിചയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബലഹീനത. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി സഭയുടെ നടത്തിപ്പ്, ഭരണപരമായ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിലരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചാണ് താൻ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് സഭയിൽ പൊതുവെയുള്ള പരാതി. ഈ പരാതികളൊക്കെ പല ശുശ്രൂഷകന്മാരെയും പല സ്ഥലങ്ങളിലേക്കും സ്ഥലം മാറ്റുന്നത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മാത്രവുമല്ല, സഭയുടെ കോടാനുകോടി വരുന്ന സ്വത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നു. അത് തന്നെയാണ് മുൻപും നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനോട് ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. സഭയുടെ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായ പാസ്റ്റർ MD തോമസുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല ഇദ്ദേഹം എന്നും പുറത്തേക്ക് കേൾക്കുന്നു. ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കൃത്യമായി അറിയില്ലെങ്കിലും TPM സഭയ്ക്കകത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന പ്രശ്നങ്ങൾ പതിയെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായ അടിത്തറയുള്ള ഈ സഭ മറ്റാർക്കും പ്രവേശനമില്ലാത്ത, മറ്റ് ഒരു പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കാത്ത ഈ സഭ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സഭയിലെ ഒരു സീനിയർ പാസ്റ്ററുടെ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നമ്മുടെ പാസ്റ്റർ MD തോമസ് പറയാറുണ്ടല്ലോ, ഇപ്പൊ 100 വർഷം കഴിഞ്ഞ സഭയാണ് TPM സഭ. ഇതിനകം 2 പരീക്ഷകളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. 1962 പാസ്റ്റർ ആൽവിന്റെ വീഴ്ചയ്ക്ക് ശേഷം 1984 സി പ്രശ്നം. അതോടുകൂടി ഈ 2 പ്രാവശ്യവും സഭയിൽ കുറെ പേര് പോയി. അപ്പോൾ സഭയ്ക്ക് ഒരു ശുദ്ധീകരണം ഉണ്ടായി, സഭ വളരാനിടയായി. വളരെ വേഗത്തിൽ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ വലിയൊരു പരീക്ഷയിൽ കൂടെ നാം പോകാൻ പോവുകയാണ്. ആ പരീക്ഷാ സമയത്തിൽ അനേക വേലക്കാർ വേല വിട്ടു പോകും, വിശ്വാസികൾ വിട്ടിട്ട് പോകും, ചുരുങ്ങിയ പേർ മാത്രം അവശേഷിക്കാൻ പോയി. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അങ്ങനെ ഒരു ദർശനവും കാണാനിടയായി. ഈ പരീക്ഷാഘട്ടങ്ങളിൽ അനേകർ പിന്മാറിപ്പോയപ്പോഴും ഒരു കൂട്ടം വേലക്കാർ ഈ വസ്ത്രം ധരിച്ച് വളരെ കർത്താവിൻ്റെ വരവിനെ മാത്രം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ചുരുക്കം ചില വിശ്വാസികളും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു കവലയിൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ തപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണാനിടയായി.
അങ്ങനെ ആകെ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്തിൽ ഒരു കവലയിലാണ് 2 വോൾവോ വാഹനം, ഒരു വലിയ 2 ബസ് അവിടെ നിൽക്കുകയാണ്. ആദ്യ ബസ് ഓടിക്കുന്ന ഡ്രൈവറെ ഞാൻ നോക്കുമ്പോൾ വെസ്ലിച്ചായൻ്റെയും പാസ്റ്റർ ഏബ്രഹാമിനോടും രണ്ടും കൂടെ ചേർന്നൊരു ഫേസ് കാണുകയാണ്. അവർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, വേലക്കാരി ബസ്സിൽ കയറാൻ പറഞ്ഞു. ആദ്യം വേലക്കാർ അതിൽ കയറിയിട്ട് കുറച്ച് വേലക്കാർ ബാക്കിയുണ്ട്. രണ്ടാമത്തെ ബസ്സിൽ കയറാനായിട്ട് അവർ പറഞ്ഞു, എല്ലാവരും കയറി. എല്ലാ സീറ്റും ഫുള്ളായി, ഒരാൾ പോലും താഴെയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, ഇതിൽ ഡ്രൈവർ ഇല്ലല്ലോ എന്ന് ചോദിച്ചു. പാസ്റ്റർ MD തോമസും പാസ്റ്റർ ലൂക്കും 2 പേരും ചേർന്നായൊരു മുഖം രണ്ടാമത്തെ ബസ് ഓടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. 2 ബസ്സും പോകുന്നതിന് മുമ്പ് പാസ്റ്റർ വെസ്ലി പറയുകയാണ്, ദൈവം ഞങ്ങളെ അയച്ചതാണ്, ഈ കാലത്ത് തന്നെ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയി എത്തിക്കും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ, അത് അവന് നിവർത്തിക്കും. അടയാറിന് എന്ത് സംഭവിക്കും? ഇരുമ്പല്ലുകൾ എന്ത് സംഭവിക്കും? പാസ്റ്റർ ഏബ്രഹാം, പാസ്റ്റർ MD തോമസ്, പാസ്റ്റർ ജോൺ, പാസ്റ്റർ ജോബ്, പാസ്റ്റർ ലൂക്ക്, അതെല്ലാം ദൈവം നോക്കിക്കോളും. നിങ്ങളാരും നോക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റർ ചെറിയാൻ കുഞ്ഞ് അദ്ദേഹം ധാരാളം യൂട്യൂബ് വീഡിയോകൾ പുറത്തിറക്കാറുണ്ട്. സാധാരണഗതിയിൽ സഭയിൽ നടക്കാത്ത കാര്യമാണിത്. എന്നാൽ ഈ ദൈവദാസൻ എന്തുകൊണ്ടോ ദീർഘനാളുകളായിട്ട് യൂട്യൂബ് വീഡിയോകൾ പുറത്തിറക്കുന്നുണ്ട്. വീഡിയോ എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല, യൂട്യൂബിലാണെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. പ്രസംഗങ്ങളാണ്, ബൈബിൾ സ്റ്റഡിയൊക്കെയാണ്. ഈ പ്രസംഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ സഭയിൽ നടക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കുറെയൊക്കെ ധാരണ ലഭിക്കും എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം സമീപകാലത്ത് പുറത്തിറക്കിയ ഒരു വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് ഇരുമ്പല്ലിയൂരിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, TPM സഭ സമീപ ഭാവിയിൽ തകർന്നു പോകുമെന്ന്. എന്താണ് TPMന് സംഭവിക്കുന്നതെന്ന് താനൊരു ദർശനം കണ്ടു. ആ ദർശനമാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ അറിയിക്കുന്നത്. അത് ഇപ്രകാരമാണ്: സഭ തകർന്നു പോകുന്നു, സഭ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. ആ പ്രതിസന്ധിയുടെ അവസാനം വളരെ കുറച്ച് ആളുകൾ മാത്രമായി അവശേഷിക്കുന്നു. ഈ അവശേഷിച്ച ആളുകൾ ഒരു കവലയിൽ നിൽക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്നറിയാതെ. അങ്ങനെ നിൽക്കുമ്പോൾ 2 ബസ്സുകൾ, 2 വോൾവോ ബസ്സുകൾ അവരെ കയറ്റുവാനായിട്ട് വരുന്നു. അങ്ങനെ വന്ന ബസ്സുകൾക്കകത്തേക്ക് ഈ ശുശ്രൂഷകന്മാർ കയറുന്നു. ഓർക്കുക, 2 ബസ്സിൽ കൊള്ളാനുള്ള ആളുകൾ മാത്രമേ TPMൽ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് പാസ്റ്റർ ചെറിയാൻ കുഞ്ഞിന് കിട്ടിയ ദർശനത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഈ 2 ബസ്സുകളിലേക്ക് ഈ ദൈവദാസന്മാർ എല്ലാവരും കയറുന്നു. അങ്ങനെ കയറിയവരെയും കൊണ്ട് ഈ ബസ്സുകൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് ദർശനം. ആ ദർശനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. സഭയിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ദൈവദാസന് ലഭിച്ച ദർശനം ഒരു പ്രവചന രൂപത്തിൽ അദ്ദേഹം പറയുന്നത് സഭയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണോ, ഇനി സഭയിൽ വരുവാൻ പോകുന്ന തകർച്ചയെ കുറിച്ചാണോ അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് എന്നറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം TPMനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഒരു കാര്യം കൂടെ പറയട്ടെ. TPM പ്രസ്ഥാനം കേരളത്തിൽ 300-ലധികം സഭകൾ അവർക്കുണ്ട്. വളരെ ശക്തമാണ്. കൊട്ടാരക്കര കേന്ദ്രമായാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ സഭകളുടെ ഒരു പൊതുരീതി മറ്റ് ഒരു പെന്തക്കോസ്ത് സഭകളുമായും ഒരു തരത്തിലുള്ള സഹകരണങ്ങളുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് TPMലെ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിശ്വാസികൾ മറ്റ് പെന്തക്കോസ്ത് സഭകളുമായി സഹകരിക്കാത്തത്? എന്താണ് TPM സഭയുടെ ഉപദേശങ്ങൾ? മറ്റ് പെന്തക്കോസ്ത് സഭകളുമായി TPM സഭയുടെ ഉപദേശങ്ങൾക്കുള്ള വ്യത്യാസം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ഒപ്പം TPM സഭയുടെ ചരിത്രവും പരിശോധിക്കാം. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.